യേശുവിൻ്റെ അരികിലേക്ക് ഓടിക്കൂടുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് വരികയും ജനബാഹുല്യം നിമിത്തം തോണിയിൽ കടൽക്കരയ്ക്കടുത്ത് നിന്നുകൊണ്ട് അവൻ സുവിശേഷം പ്രഘോഷിച്ചു. ഈ വായന യേശുവിൻ്റെ ശുശ്രൂഷയെ ഉൾക്കൊള്ളുന്ന നിരവധി പ്രവർത്തനങ്ങളുടെ സംഗ്രഹമാണ്. പ്രസംഗം, രോഗശാന്തി, ഭൂതോച്ചാടനം എന്നിവ എടുത്ത് കാണിക്കുന്നു. സുവിശേഷ വിവരണത്തിലെ പരിചിതമായ രംഗമായ ഗലീലി തടാകമാണ് പശ്ചാത്തലം. പുണ്യഭൂമിയിലേക്കുള്ള സമകാലിക തീർത്ഥാടകർക്ക് ഇത് അവരുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. യേശുവിനോട് ഏറ്റവും അടുപ്പം തോന്നുന്നത്. ഒന്നാമതായി, യേശുവിനെ കാണാൻ വന്ന വലിയ ജനം. യേശുവിനെ കാണാൻ വലിയ സംഖ്യകൾ യാത്ര ചെയ്ത ചില സ്ഥലങ്ങളുടെ പേരു നൽകിക്കൊണ്ട് അവൻ്റെ പ്രശസ്തി എങ്ങനെ വളർന്നു എന്ന് മർക്കോസ് സുവിശേഷകൻ ഊന്നി പറയുന്നു. സുവിശേഷത്തിൽ പറയുന്ന സ്ഥലങ്ങളുടെ പേരുകൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. ടയറും സീദോനും വിജാതിയരുടെ പ്രദേശത്തെ ആണെങ്കിലും അവ വലിയ യഹൂദ ജനസംഖ്യയുള്ള കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വലിയ സംഖ്യകൾ സമുദ്രത്തിലെ ഒരു തുള്ളിയാണ്. ഒരു ലോക സഭയെയാണ് ക്രിസ്തു പ്രതിനിധീകരിക്കുന്നത്. കാരണം ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ നാഥനാണ്. 2. യേശുക്രിസ്തുവിൻ്റെ ജീവിതം. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എത്ര തിരക്കുള്ളതായിരുന്നുവെന്ന് അനുഭവിക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം വളരെ അസന്തുലിതമാണെന്ന് തോന്നിയേക്കാം. അത്തരം സമയങ്ങളിൽ യേശു സന്നിഹിതനാണെന്നും നമ്മോട് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരിക സംഭവ ബഹുലതകളിൽ നമ്മെ ഓരോരുത്തരെയും നിരുപാധികമായി സ്നേഹിക്കുന്നുവെന്നും തിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് പൂർണ്ണമായി നാം ആകുവാൻ സാധിക്കുന്നു. ക്രിസ്തു ജനത്തിനും നമുക്കും നൽകുന്ന സംലഭ്യതയാണ് ഏറ്റവും വലിയ ക്രിസ്തു സ്നേഹത്തിൻ്റെ അടയാളം. 3. എല്ലാവരാലും സ്പർശിക്കപ്പെടുന്നവൻ. എല്ലാവരാലും സ്പർശിക്കപ്പെടാവുന്ന സംവേദന സാധ്യതാ ദൂരത്തിലാണ് ക്രിസ്തു എപ്പോഴും നിലകൊണ്ടത് തൻ്റെ യാത്രകളിൽ. നിയമജ്ഞരുടെ നിഷ്ക്രിയമായ ചെറുത്തുനിൽപ്പിനെ അഭിമുഖീകരിക്കുന്ന സിനഗോഗുകളിൽ നിന്ന് അകലെ എന്നോണമാണ് തടാകക്കരയിലേക്കുള്ള ക്രിസ്തു യാത്ര. അതുപോലെ തന്നെ അവൻ കുന്നുകളിലേക്കും താഴ്വാരങ്ങളിലേക്കും ഇറങ്ങി നടന്നപ്പോൾ ജനം അവനെ തേടി അവിടെ എത്തി. കാരണം ജനത്തിന് അവനെ അറിയാമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ക്രിസ്തുവിന് താൻ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനാണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് എല്ലാവരാലും സ്പർശിക്കപ്പെടുവാൻ ക്രിസ്തു തന്നെ അനുവദിച്ചത്. 4. ക്രിസ്തു സ്നേഹത്തിലൂന്നിയ സാഹോദര്യം. ക്രിസ്തു സ്നേഹത്തിലൂന്നിയ സാഹോദര്യത്തിൽ ചേർന്നിരുന്ന് സൗഖ്യം നേടാൻ ക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്തു നിർത്തി ക്രിസ്തുവിലേക്ക് വരുവാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ തോട്ടത്തിൽ 1000 വ്യത്യസ്ത പൂക്കളുണ്ട്. നമ്മുടെ സഭയാകുന്ന ദേവാലയത്തിൻ്റെ വ്യത്യസ്തമായ ജീവനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും. നമ്മിലൂടെയാണ് ക്രിസ്തു സഭയായി മാറുന്നത്, സഭ ക്രിസ്തുവിൻ്റെതായി മാറുന്നത്, ക്രിസ്തു ജീവനായി മാറുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവനാഥ യേശുവേ, അങ്ങേ ആരാധിക്കും നിത്യവും. ജീവനാഥ യേശുവേ, അങ്ങേ ആരാധിക്കും നിത്യവും. അങ്ങേ ഹിതം പോ
നടത്തേണമേ. അങ്ങേ മാർവോടു ചേർത്തിടണേ. അങ്ങേ ഹിതം പോൽ നടത്തേണമേ. അങ്ങേ മാർവോടു ചേർത്തിടണേ. എനിക്കുള്ളതാം ഈ ക്ഷണികമാം ജീവിതേ, ഈ ഭൂമിയിൽ എനിക്കുള്ളതാം ഈ ക്ഷണികമാം ജീവിതേ, അങ്ങേ മഹത്വം ദർശിക്കുവാൻ വൻ കൃപയെന്നിൽ ചൊരിയണമേ. അങ്ങേ മഹത്വം ദർശിക്കുവാൻ വൻ കൃപയെന്നിൽ ചൊരിയണമേ. നീറിടുന്ന വേളകളിൽ എന്നെ പൊതിയണേ തിരുകൃപയാൽ. നീറിടുന്ന വേളകളിൽ എന്നെ പൊതിയണേ തിരുകൃപയാൽ. ലോകസുഖങ്ങൾ വേണ്ടെനിക്ക്, നിത്യജീവിതം മതിയെനിക്ക്. ലോകസുഖങ്ങൾ വേണ്ടെനിക്ക്, നിത്യജീവിതം മതിയെനിക്ക്. ജീവനാഥ യേശുവേ, അങ്ങേ ആരാധിക്കും നിത്യവും. ജീവനാഥ യേശുവേ, അങ്ങേ ആരാധിക്കും നിത്യവും. അങ്ങേ ഹിതം പോൽ നടത്തേണമേ. അങ്ങേ മാർവോടു ചേർത്തിടണേ. അങ്ങേ ഹിതം പോൽ നടത്തേണമേ.